ആരെന്നറിയില്ല, പേരും. ഒന്ന് മാത്രം അറിയാം, കൊഞ്ഞണം കുത്താൻ അറിയാവുന്ന ഒരു കുസൃതി കുട്ടി. എഴുത്തത്രയായി, എന്നിട്ടെന്നെ മറുപടി എഴുതാത്ത? എന്തെഴുതാനല്ലേ? എന്തെങ്കിലും എഴുതുന്നേ. എന്ന് ആനന്ദ്, അല്ല, എന്ന് നിന്റെ ആനന്ദ്. തന്നെക്കുറിച്ചുള്ള കംപ്ലൈൻസ് കേട്ട് എനിക്ക് മതിയായി. ഇവിടെ സ്പിരിറ്റ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് തനിക്ക് ചാരായത്തിന് പകരം കുടിക്കാനല്ല. ഒരു മലയാളിയാണല്ലോ എന്ന് കരുതി ഞാൻ കുറെ ക്ഷമിച്ചു. സാറ് വിചാരിച്ചാൽ മുത്തു രക്ഷപ്പെടും, എന്നെ പിരിച്ചുവിടരുത്. ഈ മാസം 25ാമത്തെ കംപ്ലൈന്റ് ആണ് തന്റെ പേരിൽ. ഐ എം സോറി, എനിക്കൊന്നും ചെയ്യാനാവില്ല. സസ്പെൻഷൻ ഓർഡർ പിൻവലിക്കേണ്ടത് കമ്മിറ്റിയാണ്. അപ്പൊ സാറ് വിചാരിച്ചാൽ യാതൊരു നിവൃത്തിയില്ല. മുത്തുവിനെ രക്ഷിക്കാൻ സാറിന് പറ്റില്ല എന്നുള്ളത് തീർച്ചയാണ്. പിന്നെ താനെന്തിനാണോ ചീപ്പാന്നും പറഞ്ഞിരിക്കുന്നേ? പിരിച്ചു വിട്ടാ പിന്നെ മുത്തുവിന് മത്തായി പറഞ്ഞ പോലെ വിഷമടിക്കാൻ പോണോ വെയിലിനെ പേടിക്കോ? താൻ പോ, സ്വല്പം കൂടി മിനുങ്ങിയിട്ട് ഞാനൊരു വരവ് വരും. നിന്റെയൊക്കെ ഒടുക്കമായിരിക്കും, നോക്കിക്കോ. മല്ലിപ്പൂവേ, പൂവിനെന്താ വില? 50 പൈസ. 1 രൂപയ്ക്ക് എത്ര കിട്ടും? എനിക്ക് വേണ്ട, 1 രൂപയ്ക്ക് ഇത്രയേ ഉള്ളൂ. മുൻപേ പറയണം വേണ്ടെന്ന്. ഇനിയിപ്പോ ഞാനെന്താ ചെയ്യാ? എനിക്ക് വേണ്ട, ഞാൻ എത്ര കിട്ടുന്നല്ലേ ചോദിച്ചത്. വേണമെന്ന് പറഞ്ഞോ? 2 നേരം കൂടി തരാം. ഇന്ന് ആരും വാങ്ങിയില്ല, കച്ചവടം വളരെ മോശമാ. എനിക്കെന്തിനാ പൂ? ഞാൻ ചൂടില്ല. മുത്തിയമ്മയുടെ കാവിൽ കൊടുത്താൽ മതി, വേഗം സുഖാവും. എനിക്ക് വേണ്ട. പൂക്കരി, ഇന്ന് വാങ്ങിയാൽ എന്നും കൊണ്ടുവരുമോ? കൊണ്ടുവരാം. മുത്തിയമ്മയുടെ കാവ് വരെ പോവാൻ എനിക്ക് കാലാവില്ല. പിന്നെ എങ്ങനെ പൂ കൊടുക്ക? ഞാൻ കൊണ്ടു കൊടുക്കാം. കൊടുക്കോ? എന്നാ രൂപ. ദിവസം ഞാനിവിടെ ഈ സമയത്ത് വരും. അപ്പൊ വന്നാ പൈസ തരാം. പിന്നെ കുട്ടിയുടെ പേരെന്താ? മീനാക്ഷിന്ന്. മീനിന്ന് അമ്മൂമ്മ വിളിക്ക. അപ്പോ ഞാനും മീനെന്ന് വിളിക്കട്ടെ? ഞാൻ പോട്ടെ, പോ കാവിൽ കൊടുത്തേക്കാം. ഭഗവതി, ഈ പൂ കൊടുത്തുവിട്ട സാറിന്റെ കാല് വേഗം സുഖാവണേ. ഇന്ന് കച്ചവടം ഒന്നും ശരിയായില്ല. കഷ്ടിച്ച് അരിക്കുള്ള കാശേ കിട്ടിയുള്ളൂ. രാത്രി മുത്തമ്മാന് കള്ളിനുള്ള കാശ് കൊടുത്തില്ലെങ്കിൽ എന്നെ അമ്മയും തല്ലും. അതുകൊണ്ട് ഇന്ന് എനിക്ക് കള്ളിനുള്ള കാശ് ഭഗവതി തരണം. കച്ചവടം നന്നാണെങ്കിൽ നാളെ തന്നെ തിരിച്ചു തരാം. തരാമെന്നൊരു സമയം. നാളെ തന്നെ തിരിച്ചു തരാം കേട്ടോ.
ഞാൻ ചത്തോ? എന്താ ഉണ്ടാവാ? ഒന്ന് കാണാൻ, നിന്റെ മോളയുടെ ചന്ത കാണാൻ. വല്ല ഒന്നോടി നക്കാൻ. വരലുണ്ട് മക്കാൻ. സന്ധ്യയാവുമ്പോ കേറി വരും മൂക്കറ്റം കയറ്റിക്കൊണ്ട്. കിളവി അധികം ചിലക്കണ്ട. പട്ടി നിന്റെ തന്ത അവിടെ സമ്പാദിച്ചു വെച്ചിരിക്കുന്നോടാ. ദേ വയസ്സായെന്ന് ഞാൻ നോക്കില്ല. മോന്റെ ഇടക്ക് ഒരു ചവിട്ടിയെന്ന റോഡിൽ ചെന്ന് കിടക്കും. അത്ര കയറാ എന്നാ നീ എന്നെ അടിക്കടാ. അമ്മ മാറ്റി ഏറിപ്പോ. മുത്തമ്മോന് കാശല്ലേ വേണ്ട, ഞാൻ തരാം. ഇത്രേ ഉള്ളോടെ. അല്ലടാ, കെട്ടിപ്പൂട്ടി അകത്ത് വെച്ചിട്ടുണ്ട്. അമ്മൂന്നോട് മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത്. ഇന്ന് കച്ചവടം മോശമായിരുന്നു. അല്ലെങ്കിൽ നിന്റെയൊക്കെ മോന്ത കണ്ട ആരെങ്കിലും അടുത്ത് വരുവോടി? ആ, അവന്റെ മോന്ത നല്ല മോന്തയാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരു കത്തുണ്ട്. ഞാൻ കാത്തിരിക്കുന്നു ശോഭ. ഇതാ 5 രൂപയുണ്ട്. 5 ദിവസത്തെ പൂവിന്റെ കാശ് അഡ്വാൻസ്. നല്ല ശക്തിയുള്ള ഭഗവതിയാ. എന്ത് സുഖടും വേഗം മാറ്റും. സാറി ഇതൊന്നും നിൽക്കണേ, ഞാൻ ഇപ്പൊ വരാം. ഓരോ ബസ് വരുമ്പോഴും മീനും എന്തിനാ ഓടുന്നത്? പൂവിക്കാണെങ്കിൽ പൂക്കൂടെ വേണ്ടേ? ഏത് ബസ്സിലെ ഏട്ടൻ വരികയെന്ന് അറിയില്ല. മീനിന് ഏട്ടനുണ്ടോ? ഉണ്ടായിരുന്നു. ഇപ്പൊ എവിടെയാ? അറിയില്ല. പിന്നെ ഞാൻ കുഞ്ഞായിരിക്കും പട്ടാളത്തിൽ പോകുന്ന അമ്മനെ പറയുന്നു. വരും വരും, എത്ര നാളെന്നോ കാത്തിരിക്കുന്നു. വന്നില്ല. ഒരു ദിവസം വരും. ഏട്ടനെ കണ്ട മീനിനെ അറിയോ? അതിനൊരു വഴിയുണ്ട്. എന്റെ കയ്യിൽ ഏട്ടന്റെ ഒരു കട ഉണ്ട്. നോക്കട്ടെ, എന്നെ കാട്ടോ? ഇത് മീനുവിന്റെ കടമല്ലേ? അമ്മനെ പറയും ഏട്ടന് എന്നെയും കണ്ട ഒരു വ്യത്യാസമില്ലാന്ന്. ഞാനൊരു മീശ വെച്ചാ ഏട്ടനാവത്രേ. അതുകൊണ്ട് ഈ മീശ വരച്ചിരിക്കണേ. ഇന്നാലും ഞാൻ എങ്ങനെ അറിയാ? എനിക്കൊരു ഓർമ്മയില്ല. ഈ വിരലിലൊന്ന് തൊട്ടേ. എന്തിനാ? തൊട്ടേ, ഒരു കാര്യം അറിയാനാ. ഏട്ടൻ വരും, തീർച്ചയായും വരും. നേരെ ഒരുപാടായി. ഞാൻ പോട്ടെ സാറേ. മീനു, എന്നെ സാറേന്ന് വിളിച്ച ഇനി ഞാൻ മിണ്ടൂല. പിന്നെ എന്താ വിളിക്ക? ഇഷ്ടമാണെങ്കിൽ അനുവേട്ടാന്ന് വിളിച്ചോളൂ. അനു ഏട്ടാ, അനു ഏട്ടാ. അനുവേട്ടൻ നല്ല പേര്. ഇന്ന് ഭഗവതി എന്റെ ഏട്ടനും ഇങ്ങനെയാ ഇരിക്കല്ലേ? എന്ത് കേട്ടാലും ഒന്നും വേണ്ടില്ല. പിന്നെ എങ്ങനെ അറിയാ? ഞാൻ പോന്നു. ഇതാ ഇന്നലെ എടുത്ത പൈസ. മീനാക്ഷി, അതാണ് അവളുടെ പേര്. മീനു എന്ന് അമ്മമ്മ വിളിക്കും പോലും. ഞാനും പാവം കുട്ടി, ഒരിക്കലും വരാത്ത ഏട്ടനെയും കാത്തിരിക്കുകയാണ്. ഞാൻ അവളുടെ ഏട്ടനാവട്ടെ ശോഭേ. അവൾക്കൊരു ചേച്ചിയും കൊടുക്കാമെന്ന് ഞാൻ പറയാൻ പോവുകയാണ്. അവളെന്നെ എന്താ വിളിക്കാന്നറിയോ? അനുവേട്ടാന്ന്. എന്റെ അനുജത്തി എന്നെ വിളിച്ചിരുന്നത് പോലെ. അനുവേട്ടൻ കാല് സുഖമായി പോകും അല്ലേ? ഇവിടെ എല്ലാവരും അങ്ങനെയാ. വരുന്നവരെല്ലാം കുറെ നാൾ കഴിഞ്ഞങ്ങ് പോവും. പിന്നെ ഒരിക്കലും തിരിച്ചു
തിരിച്ചു വരികയില്ല. പക്ഷെ ഞാൻ വരും. വരുമോ? മീനുകുട്ടിക്ക് ഒരു സമ്മാനം കൊണ്ട് ഞാൻ വരും. എന്ത് സമ്മാനം അറിയോ? എന്താ? ഒരു ചേച്ചി. ഏത് ചേച്ചി? ഞാൻ കെട്ടാൻ പോണ പെണ്ണ്. വെറുതെ പറയുക. ഇല്ല, എന്റെ മീനുകുട്ടിയാണ് സത്യം. ഹായ്, എന്ത് രസായിരിക്കും. ചേച്ചി സുന്ദരിയാ? പെരുത്ത് സുന്ദരി. പെരുത്തെന്ന് വെച്ചാ രാക്ഷസന്റെ കഥയിലെ രാജകുമാരിയുടെ അത്ര സുന്ദരിയാ? അതിലും സുന്ദരി ആയിരിക്കും. നേരെ ഒരുപാട് ഞാൻ പോണു. അമ്മ കാത്തിരിക്കും. അയ്യോ സാറേ, പോയി സാറേ, അവള് പോയി. എന്റെ എല്ലാമായിരുന്ന എന്റെ മോള് മരിച്ചുപോയി സാറേ. മോളോ? തനിക്ക് മക്കളൊന്നും ഇല്ലെന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഇത് എന്റെ അനന്തരവള്. എന്റെ എല്ലാമായിരുന്നു സാറേ. ഒരു പനി, അത്രേ ഉള്ളൂ. അവള് പോയി. ശവം എടുക്കാനുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ള കാശ് പോലെ എന്തിനില്ല. എന്നെ ഒന്ന് സഹായിക്കണം. തന്തയും തള്ളയില്ലാത്ത കൊച്ചാ സാറേ. കരയാതെ. എത്ര രൂപ വേണം? ഒരു 100 rupees തന്നാ മതി. എന്റെ ഒരു ഇത്രേ ഉള്ളൂ. 10-60 രൂപ കാണും. 60 ആണോ? അത്ര ആളുകളെ കുറച്ച് ഞാൻ ശവം എടുപ്പിച്ചോളാം. വലിയ ഉപകാരം സാറേ. എക്സലന്റ്. ഇറ്റ് സെറ്റിൽ പെർഫെക്റ്റ്ലി. എന്നാലും ഒരു മാസം കൂടി ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് പോകാം. ഇങ്ങനെ എപ്പോഴും കിടന്നാ പോരാ, എഴുന്നേറ്റ് നടക്കാനൊക്കെ ശ്രമിക്കണം. നീയെ പോകുന്നു? ഞാൻ കുറച്ചേരായി. നിന്റെ പ്ലാസ്റ്റർ എടുക്കാൻ പറഞ്ഞു. അതെ. നിനക്കെന്താടാ ഒരു വ്യത്യാസം പോലെ? ജോലി കിട്ടിയപ്പോ ആള് മാറിപ്പോയി. എന്താടാ, പെണ്ണുങ്ങളെ നോക്കി നോക്കി കണ്ണ് പീസായ? അല്ല, എന്റെ കണ്ണിനൊരു അസുഖം വന്നു. ശ്രീകൃഷ്ണന്റെ ലിസ്റ്റ് ഏതുവരെയായി? അത് പറയാനാ വന്നത്. എല്ലാം നിർത്തി. മറ്റന്നാൾ എന്റെ വിവാഹമാണ്. നേരത്തെ അറിയിക്കാൻ കഴിഞ്ഞില്ല. അച്ഛൻ ലീവിന് വന്നു. പെട്ടെന്നെല്ലാം തീരുമാനിച്ചു. റിയലി? പെണ്ണെങ്ങനെ? സുന്ദരിയാണോ? തിരക്കേടില്ല. കക്ഷയുടെ പേരെന്താ? ലേഖ. നൈസ് നെയിം. എടാ, സൂക്ഷിക്കണം. നീ വാക്ക് കൊടുത്തിട്ടുള്ള ചരക്കുകളെല്ലാം കൂടി കല്യാണ മണ്ഡപം വളയരുത്. എന്തായാലും ഞാനില്ലാതായി പോയല്ലോ. സാരമില്ല, ഞാൻ അവിടെ ഉണ്ടെന്ന് നീ മനസ്സ് വിചാരിച്ചോ. ശോഭയെ കാണാറുണ്ടോ? വിവാഹത്തിന് വരും. ഹൗ ഇസ് ഷീ? ഷീസ് ഫൈൻ. പിന്നെ എനിക്ക് അധികം ഇരിക്കാൻ സമയമില്ല. നിന്നെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. എനിക്കിനി കുറച്ച് നാളുകൂടെ ഈ വനവാസമുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗെറ്റ് വെൽ സൂൺ. താങ്ക് യു. അയ്യോ ഭഗവതി, ഇന്ന് നീയും പാപ്പരാണോ? എവിടുന്നെങ്കിലും എനിക്ക് ഇത്തിരി കാശ് താ. ഇല്ലെങ്കിൽ ഞാനും അമ്മൂമ്മയും ഈ നീട്ടി കൊണ്ട് ചാവും. അനിയേട്ടാ, ഞാൻ മോഷണത്തിന് ശിക്ഷ എന്താണെന്നറിയോ? ഞാൻ മോഷ്ടിച്ചതല്ല, കടം വാങ്ങിയതാ. പൂവിറ്റ് കിട്ടുന്ന കാശ് അരിക്ക് തന്നെ തികയില്ല. പിന്നെ
കിട്ടുന്നതിന്റെ പകുതി മുത്തമ്മാവന് കള്ളു കുടിക്കാൻ കൊടുക്കണം. ഇല്ലെങ്കിൽ ഇടുക. എന്നെ ഇടിച്ച സാരമില്ല, പാവം അമ്മമ്മയെ ഇടിക്കും. തികയാതെ വരുമ്പോ ഇവിടുന്ന് എടുക്കും. കിട്ടിയാൽ ഉടനെ കൊണ്ടുവന്നിടും. അതാ പതിവ്. ഞാൻ മോഷ്ടിക്കില്ല കേട്ടോ, ഞാൻ മോഷ്ടിക്കില്ല. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, കരയണ്ട. എന്റെ മീനൂട്ടി മോട്ടിക്കില്ലെന്ന് എനിക്കറിയാം. ദേ, മീനൂട്ടി കരഞ്ഞ ഞാനും കരയും. ശരിക്ക് ശരിക്ക് മീന് വെച്ചോളൂ. വേണ്ട. അതെന്താ? പെൺകുട്ടികൾ വെറുതെ കാശ് വാങ്ങിയ ചീത്തയാണെന്ന് അമ്മമ്മ പറയണേ. ചിന്നമ്മ അങ്ങനെയാ. ചിന്നമ്മന് ഒരുപാട് പേര് വെറുതെ കാശ് കൊടുക്കും, ചിന്നമ്മ വാങ്ങും. അതുകൊണ്ട് എല്ലാവരും ചിന്നമ്മ ചീത്തയാന്നാ പറയണേ. ഞാൻ പോണു, അമ്മമ്മയ്ക്ക് മരുന്ന് കൊടുക്കണം. നിനക്ക് വേറെ പണിയൊന്നുമില്ല പറ്റേ. അവനങ്ങ് വരത്തില്ല. വരും, അമ്മമ്മ പറഞ്ഞല്ലോ വരുമെന്ന്. വരും. പിന്നെ നിന്റെ അമ്മമ്മക്ക് ജ്ഞാനദൃഷ്ടിയല്ലേ, അങ്ങനെ അങ്ങ് തീർത്ത് പറയാം. അത് കള. നീ വല്ലോ കഴിച്ച കാലത്ത്? കഴിച്ചു. ചായ വേണോ നിനക്ക്? വേണ്ട. ആ കടവിലെങ്ങാനും പോയി നല്ല കച്ചവടം കിട്ടും. വൈകുന്നേരം വന്നേരെ കയ്യും വീശി. അപ്പോ മുത്തു മീനിന്റെ അമ്മാവനാ? പേരിന് മാത്രം ഒരു അമ്മാവൻ. പേടിയുള്ളത് ചിന്നമ്മോനെ മാത്രമേ ഉള്ളൂ. ആരായി ചിന്നമ്മു? മുത്തമ്മയുടെ ഭാര്യ. ചിന്നമ്മനോട് കളിച്ച നല്ല വീക്ക് കിട്ടും. എന്തിനാ ചിരിക്കുന്നേ? ഇല്ല, ഈ ചത്തുപോയൊരു തിരിച്ചു വരുമോ എന്ന് ആലോചിക്കുകയായിരുന്നു. മീനുവിന്റെ അമ്മാവൻ മീന് മരിച്ചുപോയെന്നും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് രൂപ വാങ്ങിച്ചു. എന്റെ ശവം അടക്കാൻ ഇപ്പൊ 10-30 പേരുടെ രൂപ വാങ്ങി കാണും. ഇതൊരു സ്ഥിരം വേലയാ. ഞാൻ ചത്തോന്ന് കേട്ട ചിരിക്കുക? അല്ല, എങ്ങനെ ചിരിക്കാതിരിക്കുക? മീനു വേണ്ട, ഞാൻ ചത്തുപോയി. ചേടാ, മരിച്ചുപോയൊരു കൈവക്കാറുണ്ടല്ലോ. ആ, പറ്റിച്ചേ. ഞാനും പറ്റിച്ചേ. നീയും ഭാര്യയും മാത്രമല്ലേ ഉള്ളൂ വീട്ടിൽ? ശോഭയും നിന്റെ വീട്ടിലേക്ക് വിളിക്കുക. എനിക്ക് ആദ്യം കാണേണ്ടത് ശോഭയാണ്. നിനക്കും ഭാര്യയ്ക്കും സുഖമെന്ന് കരുതുന്നു. ആനന്ദ്. ഇന്നെന്താ നേരത്തെ? അനുവേട്ടൻ നാളെ പോവല്ലേ? അത് മീനവൻ അറിഞ്ഞു. എനിക്ക് എല്ലായിടത്തും ആളുകളുണ്ട്. ഇത് കണ്ടോ? ഹായ്, എന്ത് ചെയ്യല? ആർക്കാ? എനിക്കൊരു കൊച്ചനുജത്തിയുണ്ട്. അവൾക്കാ. മീനിന് ഇഷ്ടായോ? എന്നാ ഇത് മീനിനാ. അപ്പൊ അനിയത്തിക്കാണ് പറഞ്ഞത്? മീനു എന്റെ അനിയത്തിയല്ലേ? മീനുവിന്റെ പട്ടാളക്കാരൻ ഏട്ടൻ ഒരു ദിവസം വരും. വരുമ്പോ ഈ ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് കാണാൻ പോണം കേട്ടോ. അനുവേട്ടൻ ഇനി എന്നാ വരിക? വരും. മീനുവിനൊരു ചേച്ചിയും കൊണ്ടുവരും. എല്ലാവരും പോകുമ്പോ ഇങ്ങനെ പറയാ, ആരും വരൂല. ഞാൻ വരുമ്പോ മീനുവിന് എന്താ വാങ്ങിട്ട് വരേണ്ടത്? ഒന്നും വേണ്ട, വന്നാൽ മാത്രം മതി. വരും. മീനു പൊയ്ക്കോളൂ.
യു സ്റ്റിൽ ബ്യൂട്ടിഫുൾ, സ്റ്റിൽ മൈ സെയിം ഓൾഡ് ശോഭ. നോക്കൂ, മൈ ലെഗ്സ് ആർ പെർഫെക്റ്റ്, പെർഫെക്റ്റ്. ഇനി എനിക്ക് ഓടാൻ, ചാടാൻ, തുള്ളിച്ചാടാൻ, നൃത്തം ചെയ്യാം. ജസ്റ്റ് മിനിറ്റ്. നോക്കൂ ശോഭ, ശോഭയ്ക്ക് വിശ്വാസമാവുന്നില്ലല്ലേ? ഡോക്ടർ എന്ത് പറഞ്ഞെന്നോ? ഞാനൊരു അതിശയമാണെന്ന്. ഞാനെന്ത് പറഞ്ഞെന്നോ? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, അവളാണ് എനിക്ക് കാലുകൾ തിരിച്ചു തന്നതെന്ന്. ഞാൻ ഇന്ന് തന്നെ വീട്ടിൽ വരാം ശോഭയുടെ ഡാഡിയെ കാണാൻ. ശോഭ എന്താ ഒന്നും പറയാത്ത? എന്തെങ്കിലും പറയുന്നേ? എന്റെ വിവാഹം കഴിഞ്ഞു. Anand, now who won the bet? ശോഭ, it's for you. ഹലോ, ശോഭേ, ഇത് ഞാനാണ് ആനന്ദ്. ശോഭേ, ഹലോ ഹലോ. താങ്ക് യു. വൈകുന്നേരം സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ വരാം. റെഡിയായി നിന്നോളാം. ഓക്കെ. ഓ, ഐ എം സോറി. ബൈ. ബൈ. ഈ ദിവസങ്ങളെക്കുറിച്ചൊക്കെ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു എനിക്ക്. വരുമെന്ന് ഒരു വാക്കെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ. കുറ്റം എന്നിൽ കണ്ടുപിടിക്കാനുള്ള ശ്രമമാണോ? ഞാൻ എത്ര എഴുത്തുകൾ എഴുതി. എഴുത്തോ? എനിക്കൊന്നും കിട്ടിയില്ല. പച്ചക്കള്ളം. എന്റെ മുഖത്ത് നോക്കി കള്ളം പറയാൻ ശോഭയ്ക്ക് എന്തെളുപ്പം കഴിയുന്നു. ഞാൻ തെറ്റു പറയുന്നില്ല. കാലെനിക്ക് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ തന്നെ വിശ്വസിച്ചിരുന്നില്ല. കാലില്ലാത്തൊരു മനുഷ്യനെ ഭർത്താവായി കിട്ടാൻ ഒരു സ്ത്രീയും ആഗ്രഹിക്കില്ലെന്ന് എനിക്കറിയാം. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. വിശ്വസിക്കാമെങ്കിൽ മാത്രം വിശ്വസിക്കൂ. കാൽ നഷ്ടപ്പെട്ട് എവിടേക്കോ പോയി എന്നും ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്നുമാണ് ഞാൻ അറിഞ്ഞത്. രണ്ടു വീട്ടുകാരും പണ്ടേ നിശ്ചയിച്ചിരുന്നതാണ് പോലും ഈ ബന്ധം. എത്ര നാളാണ് ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാനാവുക? അവസാനം നിവൃത്തിയില്ലാതെ വന്നപ്പോൾ സമ്മതിക്കേണ്ടി വന്നു. നീ ഒരു ഭാര്യയാണെന്നുള്ള കാര്യം മറക്കരുത്.
സോറി. ഒരു പുരുഷനും തന്റെ ഭാര്യ മറ്റൊരു പുരുഷനെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞ സഹിക്കില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, സമ്മതിക്കുന്നു. പക്ഷെ എനിക്ക് ശോഭ എത്ര വലുതാണെന്ന് ശോഭയ്ക്കറിയില്ല. ഏയ്, എന്നോട് പിണക്കാണോ? ഞാനിനി ഒരിക്കലും ആനന്ദിനെ കാണില്ല. ഞാൻ ഒരിക്കൽ ആനന്ദിനെ സ്നേഹിച്ചിരുന്നു. Still I like him, but I don't love him. ഇനി എനിക്ക് നിതിൻ മാത്രമേ ഉള്ളൂ. ഓ ശോഭ, ഐ ലവ് യു ശോഭ. ഐ ലവ് യു സോ മച്ച്. എനിക്ക് നിന്നോട് അല്പം സംസാരിക്കണം. സംസാരിക്കാമല്ലോ. നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. ശോഭ നിനക്ക് എത്രമാത്രം വലുതാണെന്നും എനിക്കറിയാം. പക്ഷേ വിധി എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. കാരണം വളച്ചു കിട്ടേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ചിലർക്ക് അങ്ങനെ പറയുന്നതായിരിക്കും ഭംഗി. നിനക്കെന്നെ അറിയാം, നന്നായി അറിയാം. ഞാൻ പണ്ടേ അല്പ സ്വാർത്ഥനാണ്. ശോഭയെ കണ്ടനാൾ മുതൽ എനിക്ക് പെണ്ണ് എന്ന കോൺസെപ്റ്റ് ആകെ മാറിപ്പോയി. പിന്നെ അവളെ സ്വന്തമാക്കുക എന്നത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. എനിക്ക് തോൽക്കാൻ പണ്ടേ ഇഷ്ടമല്ലായിരുന്നു. നിന്നെ അവൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനാകെ തകർന്നുപോയി. പിന്നീട് നിന്റെ വിജയം എനിക്കൊരു വാശിയായി. നിനക്കറിയാം, പണ്ടേ ഞാനൊരു വാശിക്കാരനാണെന്ന്. അങ്ങനെയാണ് ശോഭ എന്റേതായത്. ഞാൻ നിനക്ക് അയച്ച ലെറ്ററുകൾ? ഇല്ല, ഒന്നും ഞാൻ അവൾക്ക് കൊടുത്തില്ല. നിനക്ക് മറുപടികൾ എഴുതിയതും ഞാനാണ്. നീ കാൽ നഷ്ടപ്പെട്ട എന്നേക്കുമായി എവിടേക്കോ പോയി എന്നവളോട് കള്ളം പറഞ്ഞു. നിനക്ക് മതിയായോ? ഇല്ലെങ്കിൽ മതിയാവുന്ന തല്ലിക്കോ, കൊന്നോളൂ. ഐ അഗ്രി, ഐ എം എ ചീറ്റ്. ഞാൻ ചതിയനാണ്, എല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒന്ന് മാത്രം ഞാൻ സമ്മതിക്കില്ല. എന്നേക്കാൾ അധികം നീ ശോഭയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കില്ല. ശോഭ എന്റേതാണ്. ഷീസ് മൈൻ. നീ അവളെ ചതിക്കുകയായിരുന്നു. അവൾ എനിക്ക് വേണം. ഷീ സ്റ്റിൽ ലവ്സ് മീ. അനുവാദം തരാനുള്ള അത്ര വലിയ മനസ്സൊന്നും എനിക്കില്ല. നിനക്ക് വേണമെങ്കിൽ പോയി വിളിക്കാം. അവൾ വരുന്നെങ്കിൽ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളൂ. കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ എല്ലാമെന്ന് ഞാൻ കരുതിയിരുന്ന അവൻ നിതിൻ എന്നെ ചതിക്കുകയായിരുന്നു. നിറയെ കത്തുകൾ കൊണ്ട് ശോഭയെ അവൻ നേടി. ബട്ട് ഐ ഡിസേർവ് യു. ശോഭ എന്റേതാണ്, എന്റേത് മാത്രം. അല്ലേ ശോഭ? എന്താ ശോഭയൊന്നും മിണ്ടാത്തത്? ഐ വാണ്ട് യു, ഐ നീഡ് യു. ഞാൻ വിളിച്ചാൽ നീ വരില്ലേ? എന്താണ് മിണ്ടാത്തത്? മൗനം സമ്മതമെന്ന് കരുതുന്നു. രാത്രി കാറുമ്പോൾ ഞാൻ വരും. യു ഷുഡ് കം.
വാതിലുകളൊന്നും ഇപ്പോഴും പൂട്ടിയിട്ടില്ല. ശോഭിക്ക് വേണമെങ്കിൽ പോകാം. ആനന്ദ്, യാത്ര ചോദിക്കാനായി വിളിച്ചതാണ്. ഞാൻ തിരിച്ചു പോകുന്നു. ആനന്ദാണ് വിളിച്ചത്. അവൻ പോവുകയാണ്. Passenger traveling on flight number IC529, proceed to the aircraft immediately. ഇതും കൂടി കൊണ്ടുപോയിക്കുള്ളൂ. ഓർമ്മയിൽ ഒന്നും ബാക്കി വെക്കണ്ട. എന്താ ഇത്? എനിക്ക് സമ്മാനിച്ച കല്യാണ സാരി.
എന്ന് വിളിച്ചാൽ മതി.